നാട്ടിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇപ്പോൾ എറണാകുളത്തെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ച കഴിയുന്നതോടുകൂടി നല്ല ദൂരമുണ്ട്. അപ്പോൾ വൈകുന്നേരത്തോടുകൂടി എറണാകുളത്ത് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം ബോബി ചെമ്മണ്ണൂരിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി ഒരുപക്ഷെ റിമാൻഡിലേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോഴുണ്ട് എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. ബോച്ചയുമായി പോലീസ് സംഘം കൊച്ചിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. എസ് ശരൺ കൊച്ചിയിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നു. ശരൺ, ബോച്ചയെ വഹിച്ചുകൊണ്ടുള്ള പോലീസ് സംഘം എപ്പോഴത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? വിചാരിക്കുന്നത് അതായത് ഈ ബോച്ചയെ സമീപകാലത്ത് നേരത്തെ മുതൽ തന്നെ ഇത്തരത്തിൽ സാംസ്കാരിക കേരളത്തെ ലജ്ജിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രതികരണവും അത്തരത്തിലുള്ള അശ്ലീല പരാമർശങ്ങളൊക്കെ നടത്തുന്ന ഒരാളായിരുന്നു. അത് തന്നെ പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുകയും ഒപ്പം തന്നെ വിമർശനമൊക്കെ ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു കേസ്, ഒരു നിയമ നടപടികളിലേക്ക് കടന്നിരുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഹണി റോസ് പറഞ്ഞിരുന്നത്. ഫേസ്ബുക്കിലൂടെ ഇത്തരത്തിലൊരു കുറിപ്പ് പങ്കുവയ്ക്കുമ്പോൾ തന്നെ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ പേരെടുത്ത് പറഞ്ഞിരുന്നില്ല. പക്ഷെ ഒരാൾ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ എപ്പോഴും തന്നെ അപമാനിക്കുന്നു. അങ്ങനെ അപമാനിക്കുന്ന, അധിക്ഷേപിക്കുന്ന സമയത്ത് താൻ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്? അത് ഇത് ആസ്വദിക്കുന്നതിന്റെ ഭാഗമാണോ എന്നുള്ള ഒരു ചോദ്യമാണ് പൊതുവെ ഉയർന്നിരുന്നത്. അതുകൊണ്ട് കൂടിയാണ് താൻ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് അവർ പറഞ്ഞിരുന്നത്. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൽ തന്നെ, അതായത് നേരത്തെ ഇത്തരത്തിൽ ഏതെങ്കിലും സ്ത്രീകൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിന് മാതൃകാപരമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുന്നുണ്ടോ, അതിന് താൻ തന്നെ ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നുള്ളതാണ് പിന്നീട് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നത്. അതിൽ ഹണി റോസിന്റെ യുദ്ധപ്രഖ്യാപനത്തിന് ഒരു വലിയൊരു ഫലം ഉണ്ടാകാൻ പോവുകയാണോ? ഹണി റോസ് നേരത്തെ തന്നെ പറഞ്ഞത് തന്നെ അധിക്ഷേപിക്കുന്ന, തന്നെ പോലെയുള്ളവരെ അധിക്ഷേപിച്ചുകൊണ്ട് ആളാകാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തുന്നുവെന്നാണ്. ആ യുദ്ധപ്രഖ്യാപനത്തിനൊടുവിൽ ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ എന്ന വൻതോക്കിനെ പോലീസ് പിടിച്ചകത്തിടുന്നതാണ് നമ്മൾ കാണുന്നത്. സ്ത്രീകളെ അധിക്ഷേപിച്ചും അവർക്കെതിരെ ലൈംഗിക ചൊവ്വയുള്ള കമന്റുകൾ പറഞ്ഞും ശ്രദ്ധേയനായ ഒരാൾ കൂടിയാണ് ബോബി ചെമ്മണ്ണൂർ. ആ ബോബി ചെമ്മണ്ണൂരിനെ ഇന്നിപ്പോൾ പോലീസ് അകത്താക്കുകയാണ്. ബോച്ചയിൽ നിന്നുള്ള മോശം അനുഭവം തുറന്നു പറഞ്ഞ് കൂടുതൽ ആളുകൾ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വരുന്നത് കൂടി നമ്മളിപ്പോൾ കാണുകയാണ്. ശരൺ, തുടരൂ. തീർച്ചയായിട്ടും നിഷാദ് പറഞ്ഞെടുത്ത് വെച്ച് തന്നെ, അതായത് ഇതൊരു സാംസ്കാരിക കേരളത്തെ ലജ്ജിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രതികരണവും പരാമർശങ്ങളും ഒക്കെ നേരത്തെ പലപ്പോഴായി തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നതാണ്. പക്ഷേ ആരെങ്കിലും ഒരാൾ ബോബി ചെമ്മണ്ണൂരിന്റെ പേരെടുത്ത് പരാമർശിച്ചുകൊണ്ടുള്ളൊരു പരാതി നൽകാനൊന്നും തന്നെ തയ്യാറായിരുന്നില്ല. അതിനിടയിലാണ് ഈ ഹണി റോസ് ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അത് വലിയ ചർച്ചകളിലേക്ക് വഴിമാറുകയും ചെയ്തിരുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഒരാൾ തന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അപമാനിക്കുന്നു, അധിക്ഷേപിക്കുന്നു എന്നുള്ളതാണ്. നിരന്തരമായിട്ട് എന്തുകൊണ്ട് താൻ ഇതിൽ പ്രതികരിക്കുന്നില്ല, ഇത്തരത്തിൽ അധിക്ഷേപം വരുമ്പോഴും താൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, അത് ആസ്വദിക്കുകയാണോ എന്നുള്ള ചോദ്യം ഉയർന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരത്തിൽ പരസ്യമായി പ്രതികരിക്കാൻ തീരുമാനിച്ചെന്നുള്ളതാണ്. എന്നാൽ അന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ പേര് ഒന്നും തന്നെ അവർ പരാമർശിക്കാൻ തയ്യാറായിരുന്നില്ല ഫേസ്ബുക്ക് പോസ്റ്റിൽ. അതിന് പിന്നാലെ കൂടിയാണ് ഈ ആ പോസ്റ്റിന് താഴെ വന്ന അശ്ലീല കമന്റുകൾ സ്ക്രീൻഷോട്ട് അടക്കം നൽകിക്കൊണ്ട് ഇവർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമ പോരാട്ടത്തിലേക്ക് കടക്കാൻ ഹണി റോസ് തീരുമാനിച്ചിരുന്നത്. അതിന്റെ ഒരു നിയമ പോരാട്ടങ്ങൾ നമ്മൾ കണ്ടാണ്. ആ പരാതി വന്ന് വേഗത്തിൽ തന്നെ ആദ്യ അറസ്റ്റൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഈ ബോബി ചെമ്മണ്ണൂരാണ് ആ വ്യക്തി എന്ന് പൊതുസമൂഹം അറിയണം എന്നുള്ളൊരു തീരുമാനം ഹണി റോസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും അത് അവർ പരാതിയായി, ആ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള പരാതി സെൻട്രൽ പോലീസിന് നൽകിയതിന് പിന്നാലെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ ഒരു കുറിപ്പ് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നത്. സ്വാഭാവികമായിട്ടും ബോബി ചെമ്മണ്ണൂരിനെതിരെ നേരത്തെ ഒരുപാട് ആക്ഷേപങ്ങൾ ഇത്തരത്തിൽ ഉയർന്നിരുന്നതാണ്. അതുകൊണ്ടുകൂടി
കണക്കിലെടുത്ത് കൊണ്ടാകണം സർക്കാർ തലത്തിൽ നിന്നും കർക്കശമായിട്ടുള്ള നടപടി വേണമെന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിച്ചേർന്നത്. എന്തായാലും സർക്കാരിൻ്റെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയൊക്കെ നിർദ്ദേശപ്രകാരമാണ് സെൻട്രൽ പോലീസ് വളരെ വേഗത്തിലുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഇനി പ്രധാനമായും എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമോ ഇല്ലെങ്കിൽ അത് നാളെ ആയിരിക്കുമെന്ന്. ഇന്നിപ്പോൾ 5 മണി കഴിഞ്ഞാൽ വൈകിട്ട് 5 മണി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കോടതിയില്ല, മജിസ്ട്രേറ്റിന് മുന്നിലായിരിക്കും ഹാജരാക്കേണ്ടി വരിക. ഒരുപക്ഷെ വിശദമായ ചോദ്യം ചെയ്യൽ ഇന്ന് തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനുള്ള നീക്കം നടത്തുമോ അല്ലെങ്കിൽ നാളെ ആയിരിക്കുമോ കോടതിയിൽ ഹാജരാക്കുക എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരാനുള്ളത്. ഇതിൽ പ്രധാനമായും കാണേണ്ട കാര്യം ഹണി റോസിന് പിന്നാലെ ഹണി റോസ് ഇത്തരത്തിലൊരു പേര് എടുത്ത് പറഞ്ഞുകൊണ്ടുള്ള പരാതി നൽകിയതിന് പിന്നാലെ നമ്മൾ നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയുള്ള ലൈംഗിക ആരോപണങ്ങൾ കണ്ടിരുന്നതാണ്. അന്ന് വരെ മടിച്ചു നിന്ന പലരും ആ പ്രമുഖരായിട്ടുള്ളവരുടെ പേരുകൾ എടുത്ത് പറഞ്ഞുകൊണ്ടുള്ള പരാതി പോലീസിൽ നൽകുന്നു. പരസ്യ പ്രതികരണത്തിലേക്ക് ആ വിധത്തിലുള്ളൊരു മറ്റൊരു വിപ്ലവമാണ് ഇവിടെ കഴിഞ്ഞ ദിവസം സംഭവിച്ചത്. ഹണി റോസ് തന്നെ ഈ ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള പേര് പറഞ്ഞുകൊണ്ടുള്ള പരാതി നൽകിയതിന് പിന്നാലെ ഇപ്പോൾ കൂടുതൽ ആളുകൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതിയുമായി സോഷ്യൽ മീഡിയയിലൂടെ അടക്കം രംഗത്തെത്തുന്നു എന്നുള്ളതാണ് പ്രധാനം. എന്തായാലും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും വേണ്ട. ഇത്തരത്തിലുള്ള അശ്ലീല കമന്റ് അവസാനിപ്പിക്കണം. അത് ഇനിയും തുടരാൻ പാടില്ല. ഒരു വ്യക്തി പോലും അവർക്ക് മാനഹാനി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള അശ്ലീല പരാമർശങ്ങൾ ആരും ഉരിയാടരുത് അല്ലെങ്കിൽ പറയരുത് എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഹണി റോസ പരാതി നൽകിയിരുന്നത്. എന്തായാലും അതിന് പിന്നാലെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പും പ്രധാനമായിരുന്നു. അതായത് ബോബി ചെമ്മണ്ണൂരിനെതിരെ മാത്രമല്ല കൂട്ടാളികൾക്കെതിരെയും, അതായത് ഇത്തരത്തിൽ അശ്ലീല പരാമർശങ്ങൾ അശ്ലീലമായി സംസാരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള അധിക്ഷേപിക്കുന്ന ആളുകൾക്കെതിരെയുള്ള നിയമ പോരാട്ടം തുടരുമെന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു യുദ്ധപ്രഖ്യാപനം തന്നെ താൻ നടത്തുന്നു എന്നുള്ളതാണ് അവർ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൂടെയും പറയുകയും ചെയ്തിരുന്നത്. അത് പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞ ശേഷമാണ് ഇത്തരത്തിലുള്ള പരാതിയിലേക്ക്, അതായത് ബോബി ചെമ്മണ്ണൂരിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള പരാതിയിലേക്ക് കടക്കുകയും ചെയ്തിരുന്നത്. അതിനുശേഷമുള്ള അതിവേഗത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ സെൻട്രൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. നമ്മൾ നിൽക്കുന്ന സെൻട്രൽ സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ചുള്ള തിരക്കിട്ട കൂടിയാലോചനകളാണ് കഴിഞ്ഞ മണിക്കൂർ, ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഇന്നലെ വൈകിട്ടുമായിട്ടൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് വൈകിട്ട് പരാതി വന്നതിന് പിന്നാലെ തിരക്കിട്ട കൂടിയാലോചനകൾ, ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു, അതിനുശേഷം FIR രജിസ്റ്റർ ചെയ്യുന്നു, അതിനുശേഷം ബോബി ചെമ്മണ്ണൂർ എവിടെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു, അവിടേക്ക് സംഘം പുറപ്പെടുന്നു, കസ്റ്റഡിയിലെടുക്കുന്നു. അങ്ങനെ ഇനിയുള്ള മണിക്കൂറുകളിലും ഈ തിരക്കിട്ട കൂടിയാലോചന, അതായത് ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് രേഖപ്പെടുത്തി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നതുവരെ ഈ തിരക്കിട്ട നീക്കങ്ങൾ സെൻട്രൽ സ്റ്റേഷനിൽ തുടരുക തന്നെ ചെയ്യും. എന്തായാലും സെൻട്രൽ ACP ജയകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ, നടപടികളെല്ലാം തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.